ബിഗ് ബോസ് മലയാളം സീസൺ 6 മൈ ടോപ്പ് 5 പ്രഡിക്ഷൻസ്. ഞാൻ ബിഗ് ബോസ് വീഡിയോ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലൈവ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് ബ്രോയുടെ ടോപ്പ് 5 ആരാണ്, ആരൊക്കെയാണ് ടോപ്പ് 5 വരാൻ സാധ്യത എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്റെ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഞാൻ കണക്കാക്കുന്ന ആ ഒരു ബിഗ് ബോസ് ഗെയിം അനാലിസിസ് ചെയ്തപ്പോൾ ഇത്തവണത്തെ വോട്ടിംഗ് ട്രെൻഡും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടോപ്പ് 5 ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഇതിൽ കമ്മ്യൂണിറ്റി പോളുകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ നിങ്ങളുടെ ടോപ്പ് 5 എന്താന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളുകളും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കിട്ടിയ റീച്ചുകളും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ ടോപ്പ് 5 നമ്മൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം 50 ദിവസം വരെയുള്ള ഒരു ഗെയിമിൽ അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോളുകളിലും കാര്യങ്ങളിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യം വോട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഈവൻ ഹോട്ട്സ്റ്റാറിൽ നേരെ തിരിച്ചൊക്കെയാണ് പല പോളുകളിലും കാണുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ അദ്ദേഹത്തിന്റെ എവിക്ഷൻ സേവിങ് ആവുന്നതും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ജാസ്മിൻ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി പോളുകളിൽ നോക്കുകയാണെങ്കിലും യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളിലും കാര്യങ്ങളിലും ഒക്കെ നോക്കുകയാണെങ്കിലും പണ്ടുണ്ടായിരുന്ന അത്രയും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ ജാസ്മിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സുകളും പോളുകളിലാണെങ്കിലും അത്യാവശ്യം നല്ല വോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ പെർട്ടിക്കുലർ ചാനൽ നോക്കാതെ ഒരു ഓവറോൾ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കാര്യം മനസ്സിലാവും, ജാസ്മിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് കിട്ടും. ഞാൻ ടോപ്പ് 5 2 പേരെ ഒരേ പൊസിഷനിൽ പറയുകയാണ്, അർജുൻ, സിജോ. ഇവരിൽ 2 പേരും കയറുമോ അതോ ആരെങ്കിലും ഒരാൾ കയറുമോ എന്നുള്ള കാര്യമാണ് സംശയം എന്ന് പറയുന്നത്. ഇവൻ അർജുന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അർജുന് ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുന് ഈ ഒരു ടോപ്പ് 5 കയറാനുള്ള സാധ്യതകൾക്ക് മങ്ങലേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പം അടുത്ത വീക്കൊക്കെ നമുക്ക് നോക്കാം. ഇനി ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിൽ എങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതും ഈ ഒരു ടോപ്പ് 5 റാങ്കിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവർ രണ്ടുപേരെയും സിജോ, അർജുൻ 2 പേരും കയറട്ടെ എന്ന് നമുക്ക് പറയാമെങ്കിലും 2ൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി അടുത്ത ഒരു വ്യക്തി നോക്കുമ്പോൾ അഭിഷേക്. അഭിഷേകിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അഭിഷേകിനെ ടോപ്പ് 5 പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അഭിഷേകിന്റെ ഒരു ടോപ്പ് 5 പറയാനുള്ള കാര്യം, ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി കയറിയ ആദ്യത്തെ ആഴ്ച തന്നെ എവിക്ഷനിൽ വരുന്നു. എവിക്ഷനിൽ വരുമ്പോൾ ഒരു മാസിന് ഹ്യൂജ് ഫാൻ ബേസ് ഒന്നും ഇല്ല, ഉറപ്പാണ്. ബിക്കോസ് വൈൽഡ് കാർഡായിട്ട് കയറുന്നു. പിന്നെ പുറത്താണെങ്കിലും ആ ഒരു അത്ര പബ്ലിക് ഫിഗർ ഒന്നും അല്ല. പക്ഷെ അദ്ദേഹം ആദ്യത്തെ ആ ഒരു എവിക്ഷനിൽ തന്നെ സേവ് ആവുന്നുണ്ടായിരുന്നു. തുടർച്ചയായ 4 എവിക്ഷനിൽ സേവ് ആവുന്നു. സോ അവിടെ ഒരു അതായത് ഫാൻസ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെ ക്രിയേറ്റ് ആയി എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും ആ ഒരു ഫസ്റ്റ് ആഴ്ചയിലൊന്നും ഒരു പിടുത്തവും കിട്ടിയില്ലായിരുന്നു, എന്താണ് അതിന്റെ ഒരു പർപ്പസ് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അഭിഷേകിന് സ്റ്റിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളുകളിലും കാര്യങ്ങളിലൊക്കെ ഒരു മാസീവ് വോട്ടിംഗ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പല രീതിയിലും പല പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും അഭിഷേകിന് നല്ല രീതിയിലുള്ള വോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ടോപ്പ് 5 5ാം സ്ഥാനം, അതൊരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കളിച്ച് കയറുന്ന ഒരു വ്യക്തിക്കായിരിക്കും. ആ വ്യക്തി തന്നെ ടോപ്പ് 5 എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. ആ ടോപ്പ് 5 ഇവരെയൊക്കെ സ്ഥാനങ്ങൾ മാറാട്ടോ. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം വോട്ടിംഗിൽ. പക്ഷെ എന്നാലും നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 ടിക്കറ്റ് ടു ഫിനാലെ കളിച്ച് കയറുന്ന ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 പേരിൽ ആരെങ്കിലും ഇതിൽ വരികയാണെങ്കിൽ, ടിക്കറ്റ് ഫിനാലെ കളിച്ച് വരികയാണെങ്കിൽ അവരെന്തായാലും ഈ ടോപ്പ് 5 പൊസിഷനിൽ വരും. ഇനി അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഋഷിക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. ഋഷി അത്യാവശ്യം ടാസ്കും കളിക്കുന്നതാണ്. അദ്ദേഹം ടോപ്പ് 5 വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ടോപ്പ് 5 എത്തുമ്പോഴും അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലയിലേക്ക് എത്തുമ്പോഴും 2 എവിക്ഷൻ പ്രക്രിയ മറികടക്കേണ്ടി വരും. ഒരു എവിക്ഷൻ പ്രക്രിയയോ 2 എവിക്ഷൻ പ്രക്രിയയോ മറികടന്നിട്ട് വേണം ഈ ടോപ്പ് 5 ടിക്കറ്റ് ഫിനാലയിലേക്ക് കയറാൻ. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി നമ്മൾ വേറെ വിലയിരുത്തുകയാണെങ്കിൽ ശ്രീതു ടോപ്പ് 5 ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശ്രീതു. സോ ടിക്കറ്റ് ഫിനാലെ കളിച്ച് ഇതിലേക്ക് കയറുമ്പോൾ വോട്ടിംഗ് ബേസ് നമുക്ക് ഒന്നും വിശകലനം ചെയ്യാൻ പറ്റാത്തതാണ്. ശ്രീതുവിന്റെ ഒരു വോട്ടിംഗ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് സീരിയലും കാര്യങ്ങളൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തമിഴ് ബേസ് വോട്ടിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ശ്രീതു കയറുമായിരിക്കാം. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ഒരു പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യുമ്പോഴും ശ്രീതുവിന്റെ അൺഒഫീഷ്യൽ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ടോപ്പ് 5 കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം. ഇത് എൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ്.
നമ്മൾ ഈ വോട്ടിങ്ങിന്റെ ബേസിലാണ് കംപ്ലീറ്റ്ലി സംസാരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോലും ഈ ഹോട്ട്സ്റ്റാറിൽ നടക്കുന്ന പോളുകളും കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും ഇതാണ് എൻ്റെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ടോപ്പ് 5 പ്രഡിക്ഷൻ എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ടോപ്പ് 5ലേക്ക് ഇവരെ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ചിലപ്പം കംപ്ലീറ്റ്ലി തെറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് എൻ്റെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.